കുട്ടീസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഇത് ഞാനിപ്പോൾ അങ്ങനെ ഫോൺ കണ്ടിട്ട് ഫ്രണ്ട് ക്യാമറ അല്ലാതെ ബാക്ക് ക്യാമറയാണ് കേട്ടോ. അന്നേരം ഇന്ന് നമുക്കൊന്ന് ജസ്റ്റ് ക്രോഷ്യ പഠിച്ചാലോ കുട്ടീസ്? അപ്പം വരൂ. അപ്പോൾ ഞാനത് സെറ്റാക്കട്ടെ കുട്ടീസ്. നമ്മൾ ആദ്യം ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ, ഇത് നമ്മളുടെ ഫസ്റ്റ് സൂമാണ് സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ എനിക്ക് ഇത്രയേ വലുപ്പം പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി നോട്ടിടാം. നോട്ട് ഇത്രയും മെസ്സൊന്നും നിങ്ങൾ കാണണ്ട. ഓക്കെ, അയ്യോ എവിടെ അതാ. നമ്മളതാ ഇതിങ്ങനെ വെക്കുക, ഇങ്ങനെ ആക്കുക. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കയറ്റി കൊടുക്കുക. കാണുന്നില്ലേ? ഫോക്കസ് ആവുന്നുണ്ടോ? എന്നിട്ട് അതിങ്ങനെ വലിച്ചു കൊണ്ടുവരിക. അന്നേരം നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതിപ്പോൾ നമുക്ക് ഭയങ്കര ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ലൂസാക്കാം ഇത്. അന്നേരം നമ്മൾ ഈ ഒരു വാലിങ്ങനെ പിടിച്ച് വലിക്കുക, ഇത് കയറ്റാം. സത്യം പറഞ്ഞാൽ ഞാനിത് ക്യാമറയിൽ കൂടെയാണ് കാണുന്നത് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ആക്കുക. അങ്ങനെ കുറച്ച് ചെയ്യുക. ഇതെല്ലാം നമ്മളിപ്പം കൊടുക്കുന്നില്ല എത്ര ചെയ്യണമെന്ന്. ഇതിപ്പം കുറച്ചൊന്ന് വലുപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കുറച്ചൊന്ന് ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ ക്രോഷ്യേൻ്റെ ആ ഒരു ശ്രദ്ധയിലായതുകൊണ്ട് തന്നെ ഇത് ഞാനിപ്പോൾ ക്യാമറയിൽ കൂടെ കാണുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഒരു ഭയങ്കര സീരിയസ്നെസ് പോലെ കുറച്ച് ഇത്തിരി കൂടുതലാണത്. അപ്പം അതുകൊണ്ട് എനിക്ക് എപ്പോഴത്തെയും പോലെ സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അയ്യോ, എനിക്കിത് ഫോക്കസും കിട്ടുന്നില്ല വണ്ടാരം പിടിക്കാനായിട്ട്. പിന്നുണ്ടല്ലോ, നാളെ ഒരു റിവ്യൂ വീഡിയോ ആണ് വരാൻ പോകുന്നത്. നമുക്ക് ആദ്യം തൊട്ടേ ചെയ്യാം ഇത്. ഞാനതൊന്ന് ചെയ്യട്ടെ കുട്ടീസ്. അപ്പോൾ കുട്ടീസ് നമുക്ക് പിടിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പിടിക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ കാണുന്നില്ലേ? ഓക്കെ, ഇങ്ങനെ ഈ ഒരു സാധനം നേരെ പിടിക്കുക, ഇതിങ്ങനെ വെക്കുക, അതിങ്ങനെ കയറ്റുക. എങ്ങനെ ഫോക്കസ് ആവുന്നില്ലേ അല്ലേ? ഇങ്ങനെ കയറ്റിയിട്ട് ഇതിങ്ങനെ തിരിക്കുക, എടുക്കുക. അയ്യോ, നമുക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ബട്ട് കുഴപ്പമില്ല, നമുക്കിങ്ങനെ വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആദ്യത്തേൽ ഇത്തിരി ഒരു പാടായിരിക്കും, അതുകൊണ്ട് അതൊന്ന് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ കുറച്ച് പ്രാവശ്യം ചെയ്യാം. കുറച്ച് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ എണ്ണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരിത്തിരി പ്രാവശ്യം ചെയ്യുക, അത്ര തന്നെ. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്ത് ഇത്തിരി ചെയ്താൽ മതിയേ. നിങ്ങൾ ഓവർ ചെയ്ത് ചള്ളാക്കണ്ട. ഇനി ഒരു 5 എണ്ണം കൂടെ ചെയ്യാം. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഫോക്കസ് ആവുന്നില്ലേ? എന്തത് ഫോക്കസ് ആവാത്ത മണ്ടാരം പിടിക്കാനായിട്ടല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക്
ഇത് നമുക്ക് ഒരെണ്ണം കൂടെ എക്സ്ട്രാ ചെയ്യാം. അത് അവൾ ചെയ്യണത് അങ്ങനെയാണ്, നമ്മളെ ക്രോഷയുടെ ഒരു പാട്ടാണ് അങ്ങനെ. എന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യാം, വെറുതെ ഒന്ന് യാൺ ഓവർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെയ്ത് വെച്ച ക്രോഷയുടെ രണ്ടാമത്തെ ക്രോഷേ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ഒരെണ്ണത്തെ കൂടെ മാത്രം ഇങ്ങനെ ഇറക്കുക. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ഒരു രണ്ടെണ്ണത്തെ കൂടെ ഇറക്കുക. അയ്യോ കാണുന്നില്ലേ, ഒരു മിനിറ്റ്, ഇതൊന്ന് ലൂസാക്കിക്കോട്ടെ. നമ്മളൊരു പ്രാവശ്യം ചെയ്യുക, രണ്ടെണ്ണത്തെ കൂടെ യാൺ ഓവർ ഇറക്കുക. ഇനി ബാക്കി നമുക്ക് രണ്ടെണ്ണം ഉണ്ടാവും, അത് നമുക്ക് ഇങ്ങനെ സാധാ പോലെ അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഒരു സാധനം കാണുന്നില്ലേ, ഒരു പ്രാവശ്യം നമ്മൾ യാൺ ഓവർ ചെയ്യുക. ഇതിനാണ് നമ്മൾ യാൺ ഓവർ എന്ന് വിളിക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുക, രണ്ടാമത്തത് 3. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ഹോള് കാണാം, ഇതവിടെ ഒരു ഹോള് കാണുന്നില്ലേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് പോസ് ചെയ്താണ്. ഇതവിടെ നമുക്കൊരു ഓട്ട കാണാൻ കഴിയും. ഇതാ കണ്ടോ, ഇവിടെ ഒരു ഓട്ട. പക്ഷെ നമ്മൾ ഇതിൽ കൂടെ കയറ്റേണ്ട ആവശ്യമില്ല ഗൈസ്. നമ്മൾ ഇങ്ങനൊരു വട്ടം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കുത്തി ഇറക്കുക. കാണുന്നുണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടല്ലോ, ഇവിടെ കാണും, കുത്തി കയറ്റുക. അന്നാണ് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. വീണ്ടും രണ്ടെണ്ണം യാൺ ഓവർ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ വീഡിയോ കാണുന്നതിനെക്കാട്ടും ഭയങ്കര ചെറുതാണ്. ഇതിപ്പോൾ വീഡിയോയിൽ നല്ല വലുതായിട്ട് കാണാം, പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ് കേട്ടോ. നിങ്ങളത് അറിയാത്തതുകൊണ്ടാണ്. അത് ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ഇവിടെ ഒരു ഓട്ട കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കയറ്റുക, ഒരെണ്ണം ഇറക്കുക. എന്നിട്ട് നമ്മളുടെ ഒരു മിനിറ്റ്